എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അപ്പോൾ കടയിൽ നിന്നും വാങ്ങുന്ന അതേ രീതിയിലുള്ള ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 5 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഈ ഉരുളക്കിഴങ്ങ് ഇതേ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പീസ് എടുത്തിട്ട് ഇതേ രീതിയിൽ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ രീതിയിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ഒരു രീതിയിൽ നീളത്തിലുമായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് 3 പ്രാവശ്യം ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. ഈ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് എല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് 3 പ്രാവശ്യം കഴുകിയെടുക്കുന്നത്. അങ്ങനെ 3 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം ഇതേപോലെ വെള്ളത്തിലിട്ട് വെക്കാം. അതിനുശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് കൂടുതലായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം തിളച്ച് വരാനാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ആ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു 4 മിനിറ്റ് ആവോളം ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. 4 മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കോരി മാറ്റണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. നാല് മിനിറ്റ് ആയാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു ടർക്കി വിരിച്ചിട്ട് അതിലേക്കാണ് ഞാനത് കോരി മാറ്റുന്നത്. ഇതേപോലെ എന്തെങ്കിലും തുണിയോ ടർക്കിയോ എന്തെങ്കിലുമൊക്കെ വിരിച്ചതിന് ശേഷം അതിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. എന്നാൽ ആ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ നന്നായി പോയി കിട്ടാൻ വേണ്ടിയാണ്. നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. എന്നിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഒപ്പി കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ തുണി കൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒപ്പി കൊടുത്തിട്ട് വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കാം. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇതേപോലെ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് കോൺഫ്ലവർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് കോൺഫ്ലവർ പൊടി ഒന്നായിട്ട് ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ വിതറി കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ 2 കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ആയി കിട്ടിക്കോളും. ഇതേ ഒരു രീതിയിലാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടാറുള്ളത്. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യം ഉണ്ടാവാറുള്ളൂ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. ഈ ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് കൂടുതലായിട്ട് തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നാൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടിക്കോളും. എണ്ണ നല്ലോണം ചൂടായി വന്നാൽ ഇതിലേക്ക് ഇങ്ങനെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. കൂടുതലായിട്ടൊന്നും ഇട്ട് കൊടുക്കരുത്. കുത്തി നിറച്ചിട്ടൊന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ല പെർഫെക്ഷനിൽ നമുക്ക് ഇത് കിട്ടുള്ളൂ. ഓൾറെഡി നമ്മൾ വേവിച്ചെടുത്തതുകൊണ്ട് അധികം നേരം കുക്കാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് ക്രിസ്പി ആയി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊന്ന് കോരി മാറ്റാം. ഇതിങ്ങനെ കോരി മാറ്റുമ്പോൾ മുകളിലായിട്ട് ഇങ്ങനെ അട്ടിക്കായിട്ട് കൊടുക്കരുത്. അപ്പോൾ അടിയുള്ളൊക്കെ കുഴഞ്ഞു പോകും. അപ്പോൾ കോരി ഇടുമ്പോൾ തന്നെ ഒരു പേപ്പർ എന്തെങ്കിലും വിരിച്ചിട്ട് അതിലേക്ക് പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്